വിദ്യാസാഗർ ഗുരുമൂർത്തി, ഹമാസിനെ കുറിച്ചുള്ള ഷാഫി ചാലിയത്തിൻ്റെ അഭിപ്രായം താങ്കൾ കേട്ടല്ലോ. സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന, മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടന. അവരെന്ത് അപരാധമാണ് ചെയ്തത് എന്നാണ് ഷാഫി ചാലിയൻ ചോദിച്ചത്. ഹമാസിന് വേണ്ടി കേരളത്തിലെ ചില പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോ സ്വാതന്ത്ര്യ സമരം ആയതുകൊണ്ടാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഷാഫി ചാലിയത്തിന്റെ വാദം. ഷാഫി ചാലിയത്തിന്റെ മാത്രമല്ല, ആഗോള മുസ്ലിങ്ങളുടെ പൊതുവായ വാദമാണത്. എന്തുകൊണ്ട് കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടി ഇവിടെ വ്യാപകമായി പള്ളികളിൽ പ്രാർത്ഥന നടന്നില്ല? ഒന്ന്. രണ്ട്, അവർ പറയും നടന്നു എന്നൊക്കെ പറയും കേട്ടോ, അത് വേറെ വിഷയം. പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇന്ത്യ പലതവണ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒന്നും തന്നെയും ഇതുപോലെ പള്ളികളിൽ വെച്ചിട്ട് ആരാധന നടത്തിയോ? ഒന്ന്. ഇനി എത്രയോ അധികം മറ്റു രാജ്യങ്ങളിൽ ഇതുപോലെ വിയറ്റ്നാമിലൊക്കെ അനുഭവിച്ച പാശ്ചാത്യ ഇടപെടലുകൊണ്ട് അനുഭവിച്ച ചരിത്രങ്ങളുണ്ട്. അവിടെ വിയറ്റ്നാമീസിന് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥന നടന്നതായിട്ട് എന്റെ അറിവിലില്ല, എസ്പെഷ്യലി ഈ മുസ്ലിം പള്ളികളിൽ. അപ്പൊ മുസ്ലിം പള്ളികളിൽ ഹമാസിന് വേണ്ടി പ്രത്യേക നമസ്കാരം നടന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇത് കേവലം സ്വാതന്ത്ര്യ സമരമല്ല, മറിച്ച് മതരാഷ്ട്ര സ്ഥാപനത്തിനോ അല്ലെങ്കിൽ മതരാഷ്ട്രത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു പ്രത്യേക മതപ്രവർത്തനം മാത്രമാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, വളരെ ലളിതമായ ചോദ്യമാണ്. ഒരു മതഗ്രന്ഥത്തിൽ, വിശുദ്ധമെന്ന് അവർ വിശ്വസിക്കുന്ന അവരുടെ മതഗ്രന്ഥത്തിൽ പരമകാരുണികനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവം പറയുകയാണ്, ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സൗഹൃദം അരുത്, അവരോട് കച്ചവട ബന്ധം അരുത് എന്ന് പറയുമ്പോൾ അതിന്റെ തുടർച്ചയല്ലേ ഇപ്പോഴും ഇവിടെ ജൂതരാഷ്ട്രമായ ഇസ്രായേലിനോട് ഇത്രയും അമിതമായ രോഷവും അമിതമായ ദേഷ്യവും കൊണ്ട് നടക്കാനുള്ള പ്രധാന കാരണം അവരുടെ ദൈവത്തിന്റെ വചനം തന്നെയല്ലേ? അപ്പൊ അവർ പറയും അതിന്റെ കാരണം അതല്ല, അന്ന് കാലത്ത് യുദ്ധമായിരുന്നു, ഇങ്ങനെയായിരുന്നു. നോക്കുക, ന്യായം പറയാൻ എളുപ്പമാണ്. ഒരു മതഗ്രന്ഥം എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതും എല്ലാ കാലത്തേക്കുമുള്ള സന്ദേശം കൊടുക്കുന്നതുമാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന മതത്തിന് അന്നത്തെ കാലത്തെ ആണെങ്കിൽ അതെടുത്ത് കളയണം ഇപ്പോ, അല്ലേ? അത് കളയുന്നില്ലല്ലോ. ഇപ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുകയല്ലേ? 3.5 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയല്ലേ? ഈ കുട്ടികളുടെ ഉള്ളിൽ ഒരു ജൂതനാണ് ഒരാളെന്ന് പറയുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ എന്താ ഓർമ്മ വരിക? അവനെ വിശ്വസിക്കരുത്, അവന്റെ കൂടെ നിൽക്കരുത്, അവനോട് കച്ചവടം വരുത്. ഇങ്ങനെ പൂർണ്ണമായും വർഗീയമായി ഭീകരമായ മതതീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഹമാസ്. ഈ കഴിഞ്ഞ ദിവസം, അതായത് അദ്ദേഹം പറഞ്ഞല്ലോ ലോകരാഷ്ട്രങ്ങളൊക്കെ അംഗീകരിച്ച് നമുക്കെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 21-ന്, ഫെബ്രുവരി 16 നടത്തിയ പ്രസ് റിലീസിൽ 21-നാണത് അച്ചടിച്ചു വന്നത് ഇസ്രായേലി പത്രങ്ങളിൽ. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോ എന്നയാൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. 2023 ഒക്ടോബർ 7-ന് നടത്തിയ നിഷ്ഠുരമായ, മനുഷ്യരാശിയെ ഞെട്ടിച്ച, മനസ്സാക്ഷിയെ ഞെട്ടിച്ച ക്രൂരവും നിന്ദ്യവുമായ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ, ഇസ്ലാമിക ഭീകരവാദ സംഘടനയുടെ അറ്റാക്ക്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓൺ October 7, 2023, terrorists in Gaza abducted a mother, her child, her infant son and an 83-year-old man and murdered them. അതായത് ഹമാസിന്റെ ഭീകരവാദികൾ ഗസയിൽ നിന്ന് ഒരു അമ്മയെ, അവരുടെ കുഞ്ഞിനെ, അവരുടെ കൈക്കുഞ്ഞിനെ, 83 വയസ്സുള്ള ഒരു വൃദ്ധനെ ഒക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് അയാളെ കൊന്നൊടുക്കി. And he writes, more than 500 days later, 500-ലധികം ദിവസങ്ങൾക്ക് ശേഷം ലോക സമുദായങ്ങൾ മുഴുവൻ പറഞ്ഞു ഹോസ്റ്റേജസിനെ വിട്ടയക്കൂ, അതിൽ കുഞ്ഞുങ്ങളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, വൃദ്ധരുണ്ട്, വിട്ടയക്കൂ. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും വിട്ടയച്ചില്ലെന്ന് ഓർക്കണം ഈ സമാധാനത്തിന്റെ സംഘടന. എന്നിട്ട് 500-ലധികം ദിവസങ്ങൾക്ക് ശേഷം ഹമാസ് റിട്ടേൺ ദം ടു ഇസ്രായേൽ ഇൻ കോഫിൻസ്, കൊന്നിട്ട് ശവപ്പെട്ടികളാണ് കൊടുത്തയച്ചത് 500-ലധികം ദിവസങ്ങൾക്ക് ശേഷം. അപ്പോ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറയുകയാണ്, we extend our deepest sympathies to the victims' families who have suffered the unimaginable. ചിന്തിക്കാനാവാത്ത ക്രൗര്യം നേരിടേണ്ടി വന്ന ഈ കുടുംബങ്ങൾക്ക് ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം തുടർന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്, ഹമാസ് ഇസ് ഈവിൾ. ഹമാസ് എന്ന് പറയുന്നത് ശുദ്ധ ഭീകരതയാണ്, ക്രൗര്യമാണ്, പൈശാചികതയാണ്. പ്യുവർ ഈവിൾ ആൻഡ് മസ്റ്റ് ബി ഇറാഡിക്കേറ്റഡ്. ഭൂമുഖത്ത് നിന്ന് ഹമാസിന്റെ അവസാനത്തെ കീടത്തെയും തുടച്ചു കളയണം. ഹോസ്റ്റേജസ് മസ്റ്റ് കം ഹോം നൗ.
ബന്ദികൾ ഇപ്പോൾ അവർ തിരിച്ച് അവരുടെ വീടുകളിൽ എത്തണമെന്നാണ് ഈ ഫെബ്രുവരി 16-ാം തീയതി US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറഞ്ഞത്. ഇതിന്റെ കാരണം പിന്നെ ഇതേ ഇടയ്ക്കിടയ്ക്ക് അവർ ഇന്ത്യ സപ്പോർട്ട് ചെയ്തു. ഇന്ത്യ ഹമാസിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് പലസ്തീനിലെ സാധാരണ ജനങ്ങളെയാണ്. പലസ്തീനിലെ സാധാരണ ജനങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെ PFIയും ഇവിടുത്തെ മുസ്ലിങ്ങളും തമ്മിലുള്ള ആ രീതി തന്നെയാണ് പലസ്തീനിലെ ഹമാസും അവിടുത്തെ സാധാരണ മുസ്ലിങ്ങളും നമ്മൾ. സാധാരണ മുസ്ലിങ്ങൾക്ക് ജീവിക്കണം, കച്ചവടം ചെയ്ത് ജീവിക്കണം, സമാധാനമായിട്ട് ആഹാരം കഴിച്ച് ജീവിക്കണം എന്നേ ഉള്ളൂ. ഇതിൽ ഈ ടെററിസ്റ്റ് വിഭാഗം, ഈ ഭീകര വിഭാഗമാണ് ഇവരുടെ ജീവിത സ്വപ്നങ്ങളെ തകർക്കുന്നത്. അതുകൊണ്ട് ഭാരതം ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് പലസ്തീനി ജനതയ്ക്കെതിരല്ല, ഞാനും എതിരല്ല, പലസ്തീനിലെ മനുഷ്യർക്കെതിരല്ല. പക്ഷെ പലസ്തീനിൽ മതരാഷ്ട്രവാദം കൊണ്ടുവന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകര സംഘടനകളുടെ തലച്ചോറ് പ്രവർത്തിച്ചിട്ട് ഇതുപോലെ ക്രൗര്യം ചെയ്യുന്ന, കൈക്കുഞ്ഞെന്നോ സ്ത്രീയെന്നോ വൃദ്ധനെന്നോ ചിന്തയില്ലാതെ ഉപദ്രവിച്ചു കൊല്ലുന്ന ക്രൂരമായ ഈ ജിഹാദി സംഘടനയാണ് അവിടെ പ്രശ്നം. അതുകൊണ്ട് ഭാരതം ഹമാസിനെതിരെ തന്നെയാണ്. ഭാരതം ലോകത്തെ എല്ലാ ഭീകര സംഘടനയ്ക്കും എതിര് തന്നെയാണ്. പക്ഷേ പിന്നെ വേറൊന്ന് ചോദിച്ചു, ഇന്ത്യയില് നിരോധിക്കപ്പെട്ട പട്ടികയിൽ ഹമാസ് ഇല്ലല്ലോ എന്ന്. ഹമാസിന്റെ കുഞ്ഞാങ്ങളമാരായിട്ടുള്ള PFI ഉണ്ടല്ലോ. ഭാരതത്തിൽ ഹമാസിന് പ്രവർത്തനമില്ല. ഭാരതത്തിൽ അവരുടെ ഇരട്ട സഹോദരനായ PFI ആണ് പ്രവർത്തിക്കുക. അതിനെ നിരോധിച്ചിട്ടുണ്ടല്ലോ. ഈ മതരാഷ്ട്രവാദത്തിന്റെ വേര് കിടക്കുന്ന മതത്തിലാണ്, മതഗ്രന്ഥങ്ങളിലാണ്, മതബോധനങ്ങളിലാണ്. കേവലം സ്വാതന്ത്ര്യ സമരമാണ് അവിടെ നടക്കുന്നതെങ്കിൽ എന്തിനാണ് ഒരു വോർ ക്രൈ ആയിട്ട് അല്ലാഹു അക്ബർ വിളിക്കുന്നത്? അപ്പൊ ഇവിടെ പോരാട്ടം എന്ന് ഇവർ വിശേഷിപ്പിക്കുന്നത് ജൂതന്മാരോടുള്ള അന്ധമായ വിരോധമാണ്. ആ അന്ധമായ വിരോധം ഇവർക്ക് എവിടുന്ന് കിട്ടി? ഈ പാവപ്പെട്ട ജനങ്ങൾക്കുള്ളിൽ മതബോധനം കിടക്കുകയാണ്. ജൂതനോടും ക്രിസ്ത്യാനിയോടും കൂട്ടുകൂടരുത്, കച്ചവടം വരുത് എന്നുള്ള മതബോധനം കിടക്കുകയാണ്. ലോകമെമ്പാടും തന്നെ ഇത് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ക്രൗര്യമാണ് ഇവര് ഓരോ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും കാണിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇവര് പോരാളികളായിട്ട്, മുന്നണി പോരാളികളായിട്ട് നിർത്തിയിട്ട് എത്ര പേരെ കൊന്നൊടുക്കും അറിയാമോ? ഒരു കാര്യമുള്ളവരാണ് ചെയ്യാൻ പാടുണ്ടോ? സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മുമ്പിൽ നിർത്തും യുദ്ധത്തിന്റെ. അവരാദ്യം ചത്തുപോയിക്കോട്ടെ വെച്ചിട്ട്. ഇത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ഇസ്ലാമിക ഭീകര സംഘടനകൾ ലോകത്ത് എല്ലായിടത്തും ഒരേ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത്. താന്താങ്ങൾ ചെയ്യുന്ന നൃശംസതയെ, തെമ്മാടിത്തരത്തെ, ക്രൗര്യത്തെ എല്ലാം എന്താ പറയാ, പോരാട്ടമായിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമായിട്ട് ചിത്രീകരിക്കുക. നമ്മുടെ നാട്ടിൽ നമുക്ക് നേരിട്ട് അനുഭവം ഉണ്ടല്ലോ. 1921 ക്രൂരമായ മാപ്പിള ലഹളയെ ഇവർ വിശേഷിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സമരമായിട്ടാണ്. പക്ഷേ ബ്രിട്ടീഷ് റെക്കോർഡ്സ് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് മത അടിസ്ഥാനത്തിലുള്ള ഒരു എത്നിക് ക്ലെൻസിങ് ആയിരുന്നു എന്ന്. ഇത് വംശഹത്യയായിരുന്നു, ഹിന്ദു വംശഹത്യയായിരുന്നു അത്. 1921 ക്രൂരമായ മാപ്പിള ലഹളയെ പോലും പോരാട്ടമായിട്ടും സ്വാതന്ത്ര്യ സമരമായിട്ട് ചിത്രീകരിക്കുന്നു. ബ്രിട്ടീഷുകാരോട് പോരാടുന്നത് എന്തിനാണ് ഈ നാട്ടിലെ ഹിന്ദുക്കളെ കൊല്ലുന്നത്? വിദ്യാസാഗർ ഗുരുമൂർത്തി, ഒറ്റ നിമിഷം. ഷാഫി ചാലിയത്തോട് ഒരു അഭ്യർത്ഥന. ഷാഫി ചാലിയം, ഞാൻ കുറേ വീഡിയോസ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് താങ്കളുടെ വാട്സാപ്പിൽ. താങ്കൾ എനിക്ക് ഇങ്ങോട്ട് അയച്ചല്ലോ. താങ്കൾ തെളിവ് എന്നോട് ചോദിച്ചു, ഞാൻ കുറച്ച് തെളിവുകൾ അങ്ങോട്ട് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കുക ഈ സമയത്തിൽ. വിദ്യാസാഗർ ഗുരുമൂർത്തി, തുടരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവരുടെ പൊതുരീതിയാണ് അവർ ചെയ്യുന്ന അറ്റാക്സിനെ, ക്രൂരതയെല്ലാം സ്വാതന്ത്ര്യ സമരമായി, പോരാട്ടമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ ഇസ്രായേൽ എന്ന പ്യുവർ ഈവിളിനെ ശത്രുവായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിലെ പള്ളികളിൽ അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ പള്ളികൾ അടച്ചുപൂട്ടി സീൽ വെക്കണം. കാരണം എനി ആംഡ് അജിറ്റേഷൻ അഗൈൻസ്റ്റ് ദ സോവറൻറ്റി ഓഫ് ദ ലാൻഡ് ഇസ് ടെററിസം. ഒരു നാടിന്റെ അഖണ്ഡതയ്ക്കെതിരെ ആയുധമേന്തിയുള്ള ഏത് പോരാട്ടവും ടെററിസമാണ്. എയ്ഡിങ് ആൻഡ് അബെറ്റിംഗ് ടെററിസം ഇസ് ഓൾസോ കൺസിഡർഡ് as terrorism. So these people are aiding terrorism in the form of prayers, namaz. ഭീകരവാദത്തിന് കേവലം ആയുധം കൊടുക്കുന്നത് മാത്രമല്ല, ഭീകരവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഹമാസിന്റെ പോരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് പലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിജയത്തിനായിക്കൊണ്ടാണ്. അവിടെ കേവലം മതബോധം മാത്രം തലയ്ക്കകത്ത് കൊണ്ടു നടക്കുന്ന ഏതാനും ക്രൂരന്മാരാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവശേഷിക്കുന്ന ബീജങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അവർ രക്തബീജനെ പോലെ 1 നിന്ന് 1000 ഓരോ പള്ളിയിലും തമ്പടിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അഫ്സൽ ഗുരു എന്ന ഭീകരനെ കൊന്നപ്പോ പോലും ഇവിടെ പ്രാർത്ഥന നടന്നിട്ടുണ്ട്.
അഫ്സൽ ഗുരു എന്ന ഭീകരനെ കൊന്നപ്പോൾ പോലും ഇവിടെ പ്രാർത്ഥന നടന്നിട്ടുണ്ട് പള്ളികളിൽ കേരളത്തിൽ. ബിൻ ലാദന് വേണ്ടി പ്രാർത്ഥന മാത്രമല്ല, തേജസ് എന്ന് പറയുന്ന ഇവരുടെ മാസികയുടെ ഫ്രണ്ട് പേജിൽ ഇയാളെ ഒരു ശാന്തിദൂതനായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ബിൻ ലാദനെ. നമുക്കറിയാലോ, നമ്മുടെ നാട്ടില് WTC അറ്റാക്ക് ഉണ്ടായ സമയത്ത്, സെപ്റ്റംബർ 11 WTC അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഇവരെന്താ ഇവിടെ നാട്ടിൽ നാട് മുഴുവൻ ഓരോ മുസ്ലിമും പറഞ്ഞു നടന്നെന്താ, ജൂതന്മാരാണിത് ചെയ്തത്, ജൂതന്മാരാണിത് ചെയ്തത്, ജൂതന്മാരാണിത് ചെയ്തതെന്നല്ലേ? യഥാർത്ഥത്തിൽ ആരാ ചെയ്തത്? മുഹമ്മദ് ആറ്റ എന്ന് പറയുന്ന ബിൻ ലാദന്റെ ട്രൂപ്പിൽപ്പെട്ട ഒരുത്തനാണ് ഈ വിമാനം തട്ടിയെടുത്ത് റാഞ്ചിയെടുത്ത് കൊണ്ടുപോയി ഇടിച്ചു കയറ്റിയത്. അവൻ ജൂതനായിരുന്നു, 5 നേരം നിസ്കരിക്കുന്നവനായിരുന്നു. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു അറപ്പും പുളിപ്പും ഇല്ലാതെ നുണ പറയും മതത്തിന് വേണ്ടിയിട്ട്. മറ്റൊരാളും ചെയ്യാത്തൊരു കാര്യമാണ്. ഒരറപ്പോ ഒരു മനസ്സാക്ഷി കുത്തില്ലാതെ ഇവര് മതത്തിന് വേണ്ടി നുണ പറയും. അത് വലിയൊരു എന്താ പറയാ, ഒരു മൈനസ് മാർക്കാണ് ഇസ്ലാമിക ജനതയ്ക്ക്. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ചിത്രങ്ങളൊന്ന് ഞാൻ അങ്ങേക്ക് അയക്കാം. ഈ പറഞ്ഞ ഒക്ടോബർ 7 മനസ്സാക്ഷി മരവിപ്പിക്കുന്ന ചിത്രങ്ങൾ ഞാൻ അയക്കാം. അതില് ഓരോ വീട്ടിലും കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കമാണ് വെട്ടിയും കുത്തിയും വെടിവെച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ വലിയൊരു, ഞാൻ ചോദിച്ചു, ഇസ്ലാമിന് പല മുഖങ്ങളിൽ ഇവർ പോരാളികളെ ഇറക്കും. യൂറോപ്പിൽ വേറൊരു തരത്തിൽ, ഇന്ത്യയിൽ വേറൊരു തരത്തിൽ. ഈ മതരാഷ്ട്രമാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതിന്റെ നടുവിൽ വന്നുപെട്ട ജൂതന്മാരാണ് ഇവർക്ക് ഏറ്റവും വലിയ തലവേദന. അവർ കുറച്ചു പേരേ ഉള്ളൂ. അവരുടെ 1948 മുമ്പ് ലോകം മുഴുവൻ അവരുടെ ഓടി നടക്കുകയായിരുന്നു, സ്വന്തം രാജ്യമില്ലാതെ അഭയാർത്ഥികളായിട്ട് കൊല്ലപ്പെട്ടിട്ട്, നാസിപ്പടയുടെ കയ്യിൽപ്പെട്ടിട്ട്. ഇപ്പൊ ജിഹാദികൾക്ക് അവർ വളരെ വലിയ തലവേദനയാണ്. കാരണം ജൂതന്മാരാണെന്ന് മാത്രമാണ്. ഇപ്പൊ ഞാനൊരു ചെറിയ സിനാരിയോ ചോദിക്കട്ടെ. ഇത് കേവലം ഗാസ സ്ട്രിപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണെന്ന് വെക്കില്ല. ഇവിടെ ഭാരതത്തിൽ കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയുന്നത് കേരളത്തിനകത്തുണ്ടല്ലോ. അപ്പോ കശ്മീരും ഗസ സ്ട്രിപ്പും തമ്മിൽ ഒരു സാമ്യമുണ്ട്. എന്താണെന്നറിയോ? ഒരു പക്ഷത്ത് ഇസ്ലാമിക രാഷ്ട്രമാണ് നിൽക്കുന്നത്, ഇപ്പുറത്ത് മതേതര രാജ്യമാണ് നിലനിൽക്കുന്നത്. അപ്പോ മതേതര രാജ്യത്ത് നിന്നുകൊണ്ട് പോലും നമ്മുടെ നാട്ടിൽ കൊച്ചിയിലും ആലുവയിലും ഒക്കെ എത്രയോ ഹോട്ടലുകളിൽ നിന്ന് തലയില്ലാത്ത ഇന്ത്യയുടെ സ്റ്റിക്കർ പിടികൂടിയ സംഭവം ഓർക്കുന്നുണ്ടോ? തലയില്ലാത്ത ഇന്ത്യയുടെ സ്റ്റിക്കർ പതിച്ച ഹോട്ടലുകളെല്ലാം അടച്ചുപോയി. എല്ലാം ഇസ്ലാമിസ്റ്റുകളുടെ ഹോട്ടലായിരുന്നു, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ ആയിരുന്നില്ല. അപ്പോൾ സ്വന്തം രാജ്യത്ത് നിന്നിട്ട് പോലും തലയില്ലാത്ത ഇന്ത്യ വിഭാവനം ചെയ്യുന്നവൻ പലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്നത് പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ ടെററിസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഗസ സ്ട്രിപ്പ് ആണ് വിഷയമെങ്കിൽ, അത് കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു വിഷയമാണെങ്കിൽ അവിടെ മതപരമായ പ്രാർത്ഥനയുടെ സ്ഥാനം എന്താണ്? പലസ്തീൻ ഐക്യദാർഢ്യം ഒരു മറ മാത്രം. പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യത്തോടുള്ള ബന്ധമാണ്, അല്ലാതെ മനുഷ്യരോടോ മനുഷ്യരാശിയോടോ ഉള്ള നീതിബോധമല്ലാതെ. അങ്ങനെ നീതിബോധമായിരുന്നെങ്കിൽ കശ്മീരിലും മറ്റും വേട്ടയാടി ഓടിക്കപ്പെട്ട പണ്ഡിറ്റുകളോട് ഇവർ എന്തെങ്കിലും കണ്ണീരൊഴുക്കിയിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട്? ആ കശ്മീരില് ഒരു തെറ്റും ചെയ്യാത്ത സാധുക്കളായിട്ടുള്ള പണ്ഡിറ്റുകളെ ഇസ്ലാമിക ഭീകരവാദികളും നുഴഞ്ഞുകയറ്റക്കാരും കൂടി അടിച്ചവിടുന്ന് ഓടിച്ചിട്ട് ഇന്നും അവർ തെരുവിൽ കഴിയുകയാണ്. അപ്പൊ ആ ജനതയ്ക്ക് വേണ്ടി ഇവർക്ക് വിഷമമൊന്നുമില്ലേ? കണ്ണീരൊഴുക്കാനില്ലേ? അപ്പൊ ഒരു ഭാഗത്ത് ഇസ്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാരണം ഒന്നും നോക്കണ്ട, ന്യായീകരിച്ചോളൂ എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. പിന്നെ ഗസ സ്ട്രിപ്പിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. നാളെ ഇസ്രായേൽ പറയാണ്, ഇസ്രായേൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു, എല്ലാവരും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം തീർന്നില്ലേ? എന്റെ ചോദ്യം ഇതാണ്. ഇസ്രായേൽ പറയാണ് ഞങ്ങൾ നാളെ മുതൽ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ അന്നോടെ ശാന്തി അവിടെ പൂവിരിയും. കാരണം എന്താ? ഇത് മതപ്രശ്നമാണ്, ഇത് ഭൂമിശാസ്ത്ര പ്രശ്നമല്ല, അതിർത്തി തർക്കമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല, ഇത് മതപ്രശ്നമാണ്. ഒരുവൻ ഇസ്ലാമിൽ ചേരുന്നത് വരെ അവനോട് പരുഷമായി പെരുമാറുക, അവനെ കണ്ടെത്തിയെടുത്ത് വെച്ചെല്ലാം വെട്ടിക്കൊല്ലുക, സന്ധി തോറും വെട്ടുക, അവനുവേണ്ടി പതിയിരുന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞ മതബോധനമാണ് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇത് സ്വാതന്ത്ര്യ സമരമല്ല, ഇത് മതസമരമാണ്.